വസതി ഞാൻ ഇനി കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ്. എന്ത് വിഷയങ്ങളുണ്ടായാലും ഇപ്പോൾ ഒരു ലഹരി ഉപയോഗം ഉണ്ടായാൽ ആദ്യം കേൾക്കുന്ന പേര് രണ്ട് പേരെയാണ്, ഷൈൻ ടോൺ ചാക്കോയും ബാസിയുടെയും പേര്. അത് ബാസിക്കും കുടുംബമുണ്ട്, ഷൈനും കുടുംബമുണ്ട്. എന്നെപ്പോലത്തെ മീഡിയ ഒക്കെ എടുത്ത്, ഞാൻ ഉൾപ്പെടെയുള്ള മീഡിയ എടുത്ത് ആഘോഷിക്കുകയാണ്, ആ പേരുകളെടുത്ത് ആഘോഷിക്കുകയാണ്. അത് തോന്നുമ്പോൾ ബാസിക്ക് എന്താ തോന്നുക? എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഹാർഡ് ടു എന്താ പറയുക, ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വെറുതെ സിനിമയൊക്കെ ചെയ്ത് നടക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ. എന്തെങ്കിലും നിങ്ങളുടെ പേരിലേക്ക് മാത്രം എത്തുന്നതിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു വളർച്ച ആരിരുന്ന് ഇങ്ങനെ ഗൂഢാലോചനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഗൂഢാലോചനയൊക്കെ ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ ഐ ജസ്റ്റ് ഹോപ്പ് മൈ നെയിം ഇസ് നോട്ട് ചുമ്മാ യൂസ്ഡ് ഹിയർ ആൻഡ് ദെയർ. അപ്പോൾ ഇത് ഞാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഐ ബിലീവ് ആൾക്കാർക്ക് അങ്ങനെ എന്താ പറയുക, എളുപ്പമായിട്ട് ഓക്കെ ഇവർ എന്നുള്ളൊരു ഇതിൽ ആൾക്കാർ എൻജോയ് ചെയ്യണ്ടാവും. ആൾക്കാർക്ക് ക്ലിക്ക് ബെയ്റ്റും വീഡിയോസ് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണല്ലോ. ആൾക്കാർക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള കാണാനും ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. ഇവൻ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ശ്രീനാഥ് ബാസിയുടെ ജീവിതത്തിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്, ദുഃഖങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശ്രീനാഥ് പൊട്ടിക്കരയുന്നുണ്ടാകാം ചില സമയത്ത്, ആരും അറിയാതെ പൊട്ടിക്കരയും. എന്നുവെച്ചാൽ എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിച്ച് കരയാറുണ്ടായിരിക്കും. അത്തരമൊരു സന്ദർഭത്തിലൊക്കെ ശ്രീനാഥ് ബാസിനൊന്ന് കൈപിടിക്കാൻ, ചേർത്ത് പിടിക്കാൻ ഉണ്ടാകുന്ന പേരുകൾ പറയുകയാണെങ്കിൽ ആരുടെ പേരുകൾ പറയാൻ പറ്റും? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരോ ബാസിയും സജിനി. സോ ഐ ലിവ് വിത്ത് ദം. അപ്പോൾ എൻ്റെ സപ്പോർട്ട് സിസ്റ്റം അതാണ് എൻ്റെ അച്ഛനമ്മയും. സോ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു നിരാശ ബാസിനെ അലട്ടുന്നില്ലേ? യെസ്. പക്ഷെ അവരെൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഈ ഭാരം അവരും കൂടെ കുറച്ച് താങ്ങും. സോ ഇറ്റ്സ് നൈസ്. അല്ല, നമ്മൾ അത് പറയുമ്പോഴാണ് നമ്മൾ കൈ പിടിച്ച് കിടന്ന കാലമുണ്ട് അച്ഛൻ്റെ അമ്മയുടെ. ആ അച്ഛനും അമ്മയും നമ്മൾ വീണ്ടും കൈ പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകും. അതെ, എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലൊരു അങ്ങനത്തെ അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ തിരിച്ചെൻ്റെ അച്ഛനമ്മയുടെയും കൂടെ ഒന്ന് ജീവിക്കുകയാണ്. അപ്പോൾ എനിക്കും ഒരു പുതിയ തുടക്കമാണ് ഈ 36-ാം വയസ്സിൽ. എൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം. എൻ്റെ വലിയൊരു ചേഞ്ച് നടക്കണം എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈ പടം റിലീസായി കറക്റ്റ് 20 ദിവസത്തിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഐ തിങ്ക് ബ്യൂട്ടിഫുൾ തിങ്സ് ആർ ഗോയിങ് ടു ഹാപ്പൻ. ഇനി ഇറ്റ് ക്യാൻ ഓൺലി ഗെറ്റ് ബെറ്റർ നൗ എന്നെനിക്ക് പറയാനുള്ളൂ. ഒരു ചേഞ്ച് വേണമെന്ന് സ്വയം തോന്നിയതാണോ? ചേഞ്ച് മാത്രമാണ് ലോകത്ത് ആകെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യം. ആകെ എന്തെങ്കിലും സ്ഥിരമായിട്ട് നടക്കണമെങ്കിൽ ലോകത്ത് ഈ പറയുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എൻ്റെ ജീവിതമായാലും എൻ്റെ സ്വഭാവമായാലും നമ്മളുടെ ജീവിതശൈലിയോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളായാലും എല്ലാം മാറിക്കൊണ്ടിരിക്കണല്ലേ ഇന്നും നാളെയൊക്കെ ആയിട്ട്. സോ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അല്ല ഇനി നമുക്കൊക്കെ? എല്ലാത്തിലും നല്ല മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാറില്ല ഞാൻ. സോ നോ, ഐ ജസ്റ്റ് വാണ്ട് ടു ഡു ദിസ് ജോബ് ആൻഡ് കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നിട്ട് അത് എന്താ പറയുക, അത് ഞാൻ മിസ്യൂസ് ചെയ്യണമെന്ന് ആൾക്കാർ വിചാരിക്കരുത്. കാരണം അതുപോലെ പണി എല്ലാവരെയും പോലെ ഐ ആം ഓൾസോ ഡൂയിങ് റിയലി. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാനത് ഇത് പറയല്ല, പക്ഷേ ഒരു റെഗുലറായിട്ട് എല്ലാവരും ജോലി എടുക്കുന്ന പോലത്തെ ഒരു ജോലിയാണ് നമ്മുടെ സിനിമ. അതിന് ഇത്തിരി പോപ്പുലാരിറ്റിയും ഈ പറയുന്ന പോലത്തെ ഒരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ സ്പെഷ്യലാണെന്ന് ആരും വിചാരിക്കരുത്. ഇവരൊക്കെ സാധാരണക്കാരാണ്. സോ അത് കഥകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വിചാരിക്കട്ടെ സിനിമയിലെ കഥയല്ല കേട്ടോ. അല്ല, മനസ്സിലായി. നിങ്ങളെ വെച്ചുള്ള ജീവിതത്തിലെ കഥകൾ വേറെ രീതിക്ക് വളച്ചൊടിക്കുമ്പോൾ അത് വാസിയെ സംബന്ധിച്ചുള്ള ഞാൻ നേരത്തെ ചോദിച്ചാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. അച്ഛനും അമ്മയുടെയും കാര്യം പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. നമുക്കെന്നും സപ്പോർട്ടായിരുന്ന അച്ഛനും അമ്മയും അവരുടെ ഒരു കണ്ണീര്, അവരുടെ ഒരു വേദന വാസിനെ ജീവിതത്തിൽ എപ്പോഴും അലട്ടും. എവിടെ പോയി ഒറ്റയ്ക്ക് ഇരുന്നാലും അവിടെ അച്ഛനും അമ്മയും വാർത്തകൾ കാണുന്നു, അച്ഛനും അമ്മയ്ക്ക് ടെൻഷൻ ആവുന്നു. ആ ഒരു വേദന വാസിക്ക് ശരിക്കും ഉണ്ടാകാറില്ലേ? ഞാൻ അവരുടെ കൂടെ ജീവിക്കണം, എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് വരണേലും അങ്ങോട്ട് വീട്ടിൽ പോകുമ്പോഴും അത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഏതൊരു അച്ഛനമ്മയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്ത്
എനിക്ക് സിനിമയുടെ പ്രൊമോഷൻ വരാൻ പേടിയായിരുന്നു. അയ്യോ അത് പക്ഷേ പേടിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ തോക്കാനും പറ്റില്ല. അപ്പോൾ ഐ റിയലി വോണ്ട് ടു വർക്ക് ഹാർഡ് ആൻഡ് ഡു ഓൾ ദിസ്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അല്ല, തോൽവി നമുക്ക് ആർക്കും തോൽവി ഇഷ്ടമല്ല, ജയത്തിലേക്കാണ്. പക്ഷേ ആ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിൽ, കല്ലും മുള്ളും നിറഞ്ഞ യാത്രയിൽ പല സ്ഥലത്തും ബാസി ഒന്ന് ഇരുന്ന് പോകുന്നു. ആ ഇരുന്ന് പോകുമ്പോഴാണ് ബാസിയുടെ മുകളിലേക്ക് ബാക്കിയുള്ളവർ കയറുന്നത്. ആ ഇരുക്കൽ പിന്നീട് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ബാസി ഇപ്പോൾ ഇന്ന് തന്നെ പറഞ്ഞു, സിനിമയുടെ പ്രൊമോഷൻ പോകാൻ എനിക്ക് ഭയമാണ്. എന്താണ് ചോദിക്കുന്നത്, എന്താണ് പറയുന്നത് നമുക്ക് പോലും അറിയാത്ത ആളുകളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ചോദ്യമായിരിക്കും പാള്. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെടുത്തിട്ട് അതിൻ്റെ പല പല കാര്യങ്ങളായിരിക്കും വരിക. അപ്പോൾ നമ്മളപ്പോൾ പെട്ടെന്നൊന്നും ടെൻഷനാവും. ഓക്കെ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, വെറുതെ സിനിമ ചെയ്താൽ പോരെ. ബട്ട് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് തന്നെ ഒരുക്കുകയാണ്. അപ്പോൾ ഈസി ടാർഗറ്റ് ആവാനായിട്ട് ആൾക്കാർക്ക് അറിയാം. ഓക്കെ, അവൻ ഇങ്ങനെ ചൊറിഞ്ഞ് അവൻ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. യൂഷ്വലി അങ്ങനെയാണ്. ഞാൻ നേരത്തെ ഒരു ഇവിടുത്തെ കുറച്ച് നേരം മുമ്പ് ഇവിടുത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ജോലിയാണ്. സോ ഇറ്റ്സ് നൈസ്, സോ ഇറ്റ്സ് ഓക്കെ. അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ അതിനോട് ദേഷ്യവും കാണിച്ച് നിങ്ങളെ അതും ഇതൊക്കെ പറഞ്ഞു നിങ്ങളെന്തൊക്കെ പറയുന്നു രസമല്ലേ, നോ പ്രോബ്ലം. ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യുന്നു. അത് ബാസി ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും തിരിച്ചു പറയുന്നു, എന്തിനാണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് പോയി. അവരുടെ ജോലി അവർ നടക്കട്ടെ. അല്ല അങ്ങനെയല്ല, അതൊരു ഗിവ് ആൻഡ് ടേക്ക് അല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ നിങ്ങളോട്? എനിക്ക് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്ത് ജീവിക്കണം, ഞാൻ എൻ്റെ പരിപാടി ചെയ്ത് ജീവിക്കണം. അപ്പം പക്ഷെ തമ്മിൽ നമ്മളിങ്ങനെ ഒരു ദേഷ്യവും കാര്യവും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും നമ്മളുടെ തല വർക്ക് ചെയ്യും, നമ്മൾ ശരിക്കും കാര്യങ്ങൾ ചെയ്യും. അത് നമ്മുടെ മനുഷ്യരുടെ നേച്ചറാണ്. എനിക്ക് അതൊന്നും വളർത്താൻ താല്പര്യമൊന്നുമില്ല. എനിക്ക് എല്ലാവരുമായിട്ടും വളരെ സന്തോഷമായിട്ട് ജീവിച്ചാണ്. അതിപ്പോൾ ഹൈദരാലി ആണെങ്കിലും ആരാണെങ്കിലും. ഇപ്പോൾ ചേട്ടനെ വിചാരിക്കണ്ടാവും ഇപ്പം എന്നെക്കുറിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനെ നമ്മൾ എപ്പോഴും ദേഷ്യവും വിദ്വേഷമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലതൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്കതാണ് മീഡിയനോട്. ഇപ്പം എന്തൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴും എനിക്ക് അതിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഞാനിപ്പോൾ ദേഷ്യപ്പെട്ട് നിങ്ങളോട് മറ്റേത് ദാറ്റ്സ് നോട്ട് വാട്ട് ഐ ക്യാൻ ഡു. ഐ ക്യാൻ ഓൺലി റിഫ്ലക്റ്റ്. ഞാൻ ഈ കൾച്ചറിനോട് ഒരു ഡയലോഗിലാണ്. ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ ഒരു സാധാരണ പാട്ടും സിനിമയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്, ഇത്രേ ഉള്ളൂ. ഇല്ലാണ്ട് ഈ പറയുന്ന കോമഡികളൊന്നും ഇല്ലയെന്ന് എനിക്ക് പറയാനുള്ളൂ. പാട്ടിലൂടെ ബാസിയുടെ പാട്ടിലൂടെ ചില പ്രതികാരങ്ങൾ തീർക്കാം. പാട്ടിലൂടെ നമുക്ക് എഴുത്തിലൂടെ ചില പ്രതികാരങ്ങൾ തീർക്കാം. ഇപ്പോൾ ഉദാഹരണമായി വേടൻ്റെ ഒരു സംഭവത്തിൽ ഐ ലവ് വേഡൻസ് മ്യൂസിക് ഇസ് അമേസിങ്. ഓക്കെ, ഈ പാട്ടിലൂടെ നമുക്ക് പ്രതികാരം തീർക്കാം. അങ്ങനെ പാട്ട് എഴുതുമ്പോൾ നമുക്ക് ചിന്താഗതി വരുമോ? പാട്ട് നമ്മൾ എഴുതി നമ്മൾ റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ള ഇതിലൂടെ പറയാം, അങ്ങനെ തോന്നാറുണ്ടോ? ഒബ്വിയസ്ലി നമ്മൾ തന്നെ എഴുതി നമ്മൾ പറയുകയാണല്ലോ. അപ്പോൾ എന്തായാലും അതിനകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എനിക്കിത് പറയണം എന്ന് വിചാരിച്ച് ഞാൻ പാട്ട് എഴുതാറില്ല. എൻ്റെ പ്രോസസ്സും അതല്ല. ഐ ട്രൈ ടു റൈറ്റ് വാട്ട് ഇസ് ദെയർ. ആൻഡ് ഞാനിപ്പോൾ തുടങ്ങിയുള്ളൂ ഇതൊക്കെ. വേടനൊക്കെ ഭീകര ലിറിസിസ്റ്റാണ്. വേടൻ്റെയൊക്കെ എന്താ പറയുക, ഭയങ്കര കാറ്റലോഗാണ് അവൻ്റെ വാക്കുകളും. അവൻ്റെ വൊക്കാബുലറിയൊക്കെ ഭീകരമാണ്. ഹൗ ഹി ഡീൽസ് വിത്ത് മലയാളം. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ ഇൻസ്പിറേഷനാണ്. ലൈക്ക് ഫെജോ, ഹിം, ഓൾ ദീസ് ഗൈസ്. എനിക്ക് എന്താ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ MC കൂപ്പർ, എനിക്ക് എല്ലാവരും പേരെടുത്ത് പറയാൻ ദേ ആർ ഓൾ റിയലി നൈസ്. അപ്പം ആ ഒരു ഇൻസ്പിറേഷൻ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് പാട്ടുണ്ടാക്കി അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കിൻ്റെ മേളിൽ പാട്ട് വെറുതെ സ്പോക്കൺ വേർഡ് ആണെങ്കിലും വെറുതെ വർത്താനം പറഞ്ഞ് പോവാണ്, പക്ഷെ കേൾക്കാൻ നല്ല രസവും. ഇറ്റ്സ് എ ഗുഡ് മെൻ്റൽ പ്രോസസ്സ്. അപ്പോൾ ഞാൻ ഒരു മ്യൂസീഷ്യനാണ്, ഞാൻ പാട്ട് പാടുമായിരുന്നു. ഞാൻ ഇംഗ്ലീഷിലാണ് നേരത്തെ എഴുതിയിരുന്നു. എനിക്ക് മലയാളം എഴുതാന്നുള്ളത് ഭയങ്കര ഒരു ചാലഞ്ചായിരുന്നു. എനിക്ക് പേടിയാണ്. എൻ്റെ മലയാളം അത്ര കൊള്ളില്ലല്ലോ എന്നുള്ളൊരു ഇതാണ് ആരണോ. പക്ഷെ ഞാൻ വർത്താനം പറയണ പോലെ വെറുതെ പാട്ട് എഴുതിയപ്പോൾ എനിക്ക് ഈ പറഞ്ഞൊരു വെൻറ്റ് തുറന്നു കിട്ടി. എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാനും അതും മെറ്റഫറിൽ സംസാരിക്കാനും അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസ് കിട്ടി പാട്ടിലൂടെ. അതും ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമോ അങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മളതിന് ഇൻസ്പിറേഷൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കൊണ്ടുപോകാണ്ടിരിക്കുന്നതിന് നല്ലത്.
അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.